55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. മികച്ച നടനായി മമ്മൂട്ടിയോ ആസിഫ് അലിയോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ ആരാധകർ. തൃശൂരിൽ വെച്ച് അവാർഡുകൾ പ്രഖ്യാപിക്കും. മികച്ച നടിക്കും മികച്ച സംവിധായകനും ഉള്ള മത്സരം കടുക്കും. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഒരു വർഷത്തെ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കും. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയോ അതോ ആസിഫിന്റെ അജയചന്ദ്രനോ? ആരാകും മികച്ച നടൻ? തെന്നിന്ത്യൻ താരം പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയുടെ തീരുമാനമെന്ത്? അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. പ്രേക്ഷകരുടെ മനസ്സിലുള്ളത് ജൂറിയുടെ പ്രഖ്യാപനത്തിൽ തെളിയുമോ എന്നത് കാത്തിരുന്ന് കാണാം. കിഷ്കിന്ദ കാണ്ഡത്തിലെ അപ്പുപിള്ള എന്ന കഥാപാത്രത്തിലൂടെ വിജയരാഘവൻ, മലൈക്കോട്ടെ വാലിബനിലൂടെ മോഹൻലാൽ, അജയന്റെ 2ാം മോഷണത്തിലൂടെ ടോവിനോ, ഇവരെല്ലാം മത്സരരംഗത്തുണ്ട്. മികച്ച നടിക്കായി കനത്ത പോരാട്ടമാണ്. രേഖാചിത്രം എന്ന സിനിമയിലൂടെ അനശ്വര രാജനും സൂക്ഷ്മദർശിനിയിലൂടെ നസ്രിയ നസീമും മത്സരത്തിനുണ്ട്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലൂടെ ദിവ്യപ്രഭയും കനി കുസൃതിയും മത്സരരംഗത്തെ ശക്തമായ സാന്നിധ്യമാവുന്നു. മികച്ച സംവിധായകർക്കും നീണ്ട പട്ടികയാണ്. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായ മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരം മത്സരത്തിൽ മുന്നിലാണ്. ഭ്രമയുഗം നൽകിയ രാഹുൽ സദാശിവനും അജയന്റെ 2ാം മോഷണത്തിലൂടെ ജിതിൻ ലാലും, സിനിമാ മേളകളിൽ പ്രേക്ഷക പ്രശംസ നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായിക പായൽ കപാഡിയും, ഫെമിനിച്ചി ഫാത്തിമ നൽകിയ ഫാസിൽ മുഹമ്മദും മത്സരരംഗത്തുണ്ട്. മികച്ച ജനപ്രിയ ചിത്രത്തിനും വാശിയോടെയുള്ള മത്സരം. ആവേശം, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്, വർഷങ്ങൾക്ക് ശേഷം, ഗുരുവായൂർ അമ്പലനടയിൽ, മാർക്കോ എന്നീ ചിത്രങ്ങളാണ് പട്ടികയിൽ. ഇന്ന് തൃശൂരിൽ വെച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അവാർഡുകൾ പ്രഖ്യാപിക്കും. പലതവണ പ്രഖ്യാപന തീയതി മാറ്റിയെങ്കിലും സസ്പെൻസ് ഒട്ടും ചോരാതെ ഇന്നറിയാം ആ വിധി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എന്തായാലും 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 3:30-ക്കാണ് മന്ത്രി സജി ചെറിയാൻ തൃശൂരിൽ ഈ പുരസ്കാര പ്രഖ്യാപനം നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം MS ഹരികൃഷ്ണനും ഭവ്യ പാർവതിയും ചേരുന്നു. ആദ്യം ഹരിയിലേക്ക്. ഹരി, എല്ലാ ആകാംക്ഷയുടെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരാകും മികച്ച നടൻ, നടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം സിനിമ എല്ലാത്തിലും കുറേ ചിത്രങ്ങളുണ്ട്, നീണ്ട നിര തന്നെയുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നീണ്ട നിരയാണ് ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലുള്ള 55ാമത് ചലച്ചിത്ര പുരസ്കാരം. കഴിഞ്ഞ തവണത്തെ വർഷങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രേക്ഷകരെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് അവാർഡുകൾ പോയിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇത്തവണത്തെ ഫൈനൽ റൗണ്ടും അതേപോലെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകൾ സജീവമാകുമ്പോഴേക്കും എങ്ങനെയാണോ ഫൈനൽ കാറ്റഗറി ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിനിൽക്കുന്നത് 2022-ൽ മമ്മൂട്ടി നൻപകൽ നേരത്തെ നയിക്കുന്ന സിനിമയിലൂടെ മികച്ച നടനായിട്ടുള്ള സംസ്ഥാന പുരസ്കാരം നേടിയതിനു ശേഷം ഇത്തവണ വീണ്ടും ശരി ഹരി, ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഹരിയിലേക്ക് ഞാൻ വരാം. ഭവ്യ പാർവതി കൂടി ചേരുന്നുണ്ട്. ഭവ്യ, നമ്മൾ രാവിലെ മുതൽ ഈ ആകാംക്ഷ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ട്. അവർക്കും വിളിച്ച് സംസാരിക്കാനുള്ള അവസരമൊക്കെ നമ്മൾ നൽകിയിരുന്നു. എന്താണ് ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ, എന്താണ് പ്രതീക്ഷ? ആർക്കൊക്കെ പുരസ്കാരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അശ്വതി, ഇനി കുറച്ച് നിമിഷങ്ങൾ, വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്, സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. എന്താണ് ഈ 55ാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കാത്തുവെച്ചിരിക്കുന്നത്? ആരായിരിക്കും മലയാളത്തിന്റെ മികച്ച നടൻ? ആരായിരിക്കും മലയാളത്തിന്റെ മികച്ച നടി? ഏതായിരിക്കും മലയാളത്തിന്റെ മികച്ച ചിത്രം? ആരാണ് മികച്ച സംവിധായകൻ എന്നുള്ള വലിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നമുക്ക് മുൻപുള്ളൂ. എന്തായാലും അവാർഡ് നിർണയത്തിനെത്തിയ 128 ചിത്രങ്ങളിൽ 38 എണ്ണമാണ് അവസാന റൗണ്ടിൽ എത്തിയത് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ജൂറി സ്ക്രീനിംഗ് 2 ദിവസം മുൻപാണ് പൂർത്തിയായത്. മികച്ച നടനുള്ള മത്സരത്തിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട, മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയും ഒപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട യുവനടൻ ആസിഫ് അലിയുമാണ്. നമുക്കറിയാം, ഭ്രമയുഗം എന്ന സിനിമ, അത് മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇത്രകാലം വർഷങ്ങളായി അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. പക്ഷേ ഇതുവരെ മലയാള സിനിമയ്ക്ക് മമ്മൂട്ടി നൽകിയതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രം സമ്മാനിച്ചൊരു സിനിമയാണ് ഭ്രമയുഗം. അതിൽ പോറ്റി എന്ന കഥാപാത്രം, അത് മറക്കാത്ത മലയാളി ഉണ്ടാവില്ല. ഇതുവരെ മമ്മൂട്ടിയിൽ നിന്ന് മലയാളി പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു നടന നിലയിൽ എന്തൊക്കെ നൽകാൻ സാധിച്ചു അതൊക്കെ നെടുമൺ പോറ്റി എന്ന കഥാപാത്രം മലയാളി പ്രേക്ഷകർക്ക് നൽകിയതാണ്. അപ്പോൾ
നെടുമൺ പോറ്റി ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളി ആസിഫ് അലിക്ക് മുൻപിലുണ്ട് എന്ന് ഉറപ്പുവെച്ച് പറയാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ ബ്രഹ്മയുഗത്തിലെ അഭിനയം മമ്മൂട്ടിയെ ശ്രദ്ധ കേന്ദ്രമാക്കുമ്പോൾ കിഷ്കിന്ദ കാന്തം, രേഖാചിത്രം, ലെവൽ ക്രോസ് എന്നീ 3 ചിത്രങ്ങളിലെ അഭിനയത്തിന് നമുക്കറിയാം 3 വ്യത്യസ്ത തരത്തിലുള്ള ആസിഫ് അലിയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ 3 ചിത്രങ്ങളാണ്. അപ്പോൾ ഈ 3 ചിത്രങ്ങളിലെയും അഭിനയത്തിന് മമ്മൂട്ടിക്കൊപ്പത്തിനൊപ്പം മലയാളത്തിൻ്റെ യുവതാരം ആസിഫ് അലി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഈ 3 ചിത്രങ്ങളുമാണ് ആസിഫ് അലിയെ മമ്മൂട്ടിക്കൊപ്പം അവസാന റൗണ്ടുകളിലേക്ക് എത്തിച്ചത് എന്നത് തന്നെയാണ് അശ്വതി ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിക്ക് 2024 പുരസ്കാരം, ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച നടനുള്ള അവാർഡ് നേടിക്കൊടുക്കുമോ എന്നുള്ള ആകാംക്ഷ തന്നെയാണ് എല്ലാവർക്കും. ഭവ്യയിലേക്ക് വരാം. ഭവ്യ തുടരണം. ഇപ്പോൾ തിരക്കഥാകൃത്ത് ശ്രീ വിനു കിരിയത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വിനു കിരിയത്ത്, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ പ്രഖ്യാപനത്തിനായി. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ തന്നെ ആകുമോ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ തന്നെ ആകുമോ ആ അവാർഡുകൾ എന്നുള്ളത് താങ്കൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഇപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് റൗണ്ടിൽ മമ്മൂക്കയും ആസിഫ് അലിയും ഇവരെല്ലാം പ്രൂവ് ചെയ്തവരാണ്. ഇവരെല്ലാം നല്ല ടാലന്റഡും ആണ് അല്ലേ. ആർക്ക് കിട്ടിയാലും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു അഭിപ്രായം. അത് കാരണം മമ്മൂക്കയും മോശമല്ല, ആസിഫ് അലിയും. മമ്മൂക്ക ഒരുപാട് പ്രൂവ് ചെയ്തു. ആസിഫ് അലിയും അവാർഡൊക്കെ ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ അവർക്കൊക്കെ കിട്ടേണ്ട കാലം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത്രയും വർഷമായിട്ട് നിൽക്കുകയാണ്, മോശക്കാരല്ല. അപ്പൊ ആ സമയത്ത് ജൂറിയുടെ തീരുമാനം എന്താണോ അതിനെ അംഗീകരിക്കുക. ആസിഫ് അലി നല്ല നടനാണെന്നുള്ളത് 100% നമുക്കറിയാം. അതുകൊണ്ട് ആ സിനിമയിൽ, അതായത് 2025 മമ്മൂക്കയും പുള്ളിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണെന്നുള്ളത് ആ ജൂറിയുടെ തീരുമാനമാണ്. അത് അംഗീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ശ്രീ വിനു കിരിയത്ത്, ഇതിനിടയിൽ വരുന്ന ചർച്ചകളും വളരെ സജീവമായി വരുന്നുണ്ട്. ഈ ശാരദക്കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പ്രൂവ് ചെയ്തവർ മാറി നിൽക്കട്ടെ, ചെറിയ കുട്ടികൾ, ചെറിയ പുതുതലമുറ വരട്ടെ, ചെറുപ്പക്കാർ വാങ്ങട്ടെ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കുറേ പേർ അനുകൂലിക്കുന്നുണ്ട്, കുറേ പേർ അതിനെ എതിർക്കുന്നുമുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ശാരദക്കുട്ടിക്ക് നാളെ ഒരു അവാർഡ് കൊടുക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റോ ഇതാ വേണ്ടെന്ന് അവർ പറയുമോ? ഇത് സിനിമാ കാര്യം, ഇത് സാംസ്കാരിക വകുപ്പും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കുറെ ജൂറീസും ഒക്കെ തീരുമാനിക്കട്ടെ. ശാരദക്കുട്ടി അവരുടെ അഭിപ്രായം പറഞ്ഞെന്നുള്ളതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇത് മുറച്ചു നടക്കുന്നു. അവർക്കിപ്പോ ഒരു അവാർഡ് കൊടുത്തെങ്കിൽ അവർ എനിക്ക് ഈ അവാർഡ് വേണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ട് എനിക്കിനി അവാർഡ് വേണ്ട എന്ന് ആദ്യം ഡിക്ലെയർ ചെയ്യേണ്ട അവരാണ്. എനിക്ക് കിട്ടിയാൽ എനിക്ക് കൊള്ളൂല. ഇത് ആർക്കാ കൊള്ളൂലാത്തത്? അപ്പൊ ഇത് ചുമ്മാ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നതല്ല. ഇത് നമ്മുടെ സർക്കാർ എല്ലാ വർഷവും കൊടുക്കുന്ന ഒരു അവാർഡ്. അത് മാറി മാറി വരുന്ന ഏത് സർക്കാരായാലും അതിൽ കുറച്ച് ജൂറീസിനെ വെക്കുന്നു. ആ ജൂറീസ് തീരുമാനിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നു. മമ്മൂക്കയും മോഹൻലാലും ഞങ്ങൾക്ക് അവാർഡ് വേണ്ട എന്ന് അവര് പറയുന്നത് വരെയും നമുക്ക് മാറ്റി നിർത്താൻ എങ്ങനെ പറ്റും? അവരെ എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ 2025 സിനിമ. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അഭിപ്രായം വരാം. ഇപ്പൊ ദാസേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കുറച്ച് നാളത്തേക്ക് പരിഗണിക്കരുത്. അങ്ങനെ ഇവര് പറയുന്നിടത്തോളം നമുക്ക് ഇതിനകത്തൊന്നുമില്ല. ഈ വർഷത്തെ ഏറ്റവും നല്ല അഭിനേതാവ് മമ്മൂട്ടി ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, ടൊവിനോ ആയിക്കോട്ടെ, ആസിഫ് അലി ആയിക്കോട്ടെ, കുറെ പേര് കാണുമല്ലോ. ആ നിമിഷം ഒരുപക്ഷെ ഈ ജൂറീസിന് പകരം വേറെ ജൂറീസ് ആണെങ്കിൽ വേറെ പലരെയായിരിക്കും സെലക്ട് ചെയ്യുക. അങ്ങനെയാണല്ലോ ജഡ്ജ്മെന്റ് എന്നുകൊണ്ട്. എങ്ങനെയാണ് നമ്മുടെ നിയമത്തിൽ കോടതിയിൽ പോലും നമ്മൾ എന്തിനാണ് അപ്പീൽ പോകുന്നത്? ഇപ്പൊ സിനിമയ്ക്ക് അപ്പീൽ പോകാൻ പറ്റൂല. ബാക്കി സ്കൂൾ യൂണിവേഴ്സിറ്റിനൊക്കെ അപ്പീൽ പോകുന്ന ഒരു വിശ്വാസം നമുക്കിത് പോരാൻ തോന്നും. ഇതങ്ങനെയല്ല, ഇത് അന്തിമമാണ്. ജൂറിയുടെ തീരുമാനം അന്തിമമാണ്. അങ്ങനെയുള്ള ഒരു അവാർഡിനൊക്കെ അയച്ചാൽ മതിയെന്നേ. ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ചർച്ചയ്ക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രീ വിനു കിരിയത്ത്, നമ്മൾ സംസാരിക്കുമ്പോൾ ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒക്കെ കാര്യം മാത്രം സംസാരിക്കാതെ എനിക്ക് തോന്നുന്നു അപ്പുപിള്ള എന്ന കഥാപാത്രം കിഷ്കിന്ദ കാണ്ഡം കണ്ടവർക്കെല്ലാം ഒരിക്കലും മറക്കാൻ കഴിയാത്ത കഥാപാത്രമാണ്. ശ്രീ വിജയരാഘവനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്.